പീരിയഡ് കഴിഞ്ഞ് ഏഴാമത്തെ ആയതുകൊണ്ട് ലോങ് ബെല്ലാണ് മുഴങ്ങിയത്. ടീച്ചർ ശ്യാമ സ്കൂളിൽ നേരെ വീട്ടിലെത്തി. സോപ്പ് വച്ച് മേലാസകലം തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റൂമിൽ നിന്ന് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ഷാമ്പു തേച്ച തലമുടിയൊക്കെ വൃത്തിയായി കഴുകി കെട്ടിവെച്ച ശേഷം വിസ്തരിച്ചൊന്ന് കുളിക്കണമെന്ന് കരുതിയതായിരുന്നു. അപ്പോഴാണ് പണ്ടാരം പിടിച്ച ഈ കോള്. ഈശ്വര, ആരപ്പ ഈ സമയത്ത്? മര്യാദ ഉള്ളവരാണെങ്കിൽ 2 റിങ് അടിച്ച് പിന്നെ ശല്യം ചെയ്യില്ല. വല്ല മര്യാദ കെട്ടവരാണെങ്കിൽ കുളിച്ച് തീരുമാനം സമാധാനം ഉണ്ടാവില്ല. ഭാഗ്യം, ഒരു പ്രാവശ്യം റിങ് ചെയ്ത് നിർത്തി. വളരെ മര്യാദയുള്ളവരാ. പ്രിയേച്ചി ആയിരിക്കാം, ശ്യാമ ഊഹിച്ചു. ചേച്ചിക്ക് തന്നെ മാനറിസം നന്നായിട്ട് അറിയാം. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വസ്ത്രങ്ങൾ ധരിച്ച ശേഷം ഫോൺ എടുത്ത് നോക്കി. പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രിയ ചേച്ചിയായിരുന്നു. എന്തേച്ചി വിളിച്ച്? നിനക്ക് നാളെ ലീവല്ലേ, ഒന്ന് പോരുന്നു ഇങ്ങോട്ട്. എന്തേച്ചി അത്യാവശ്യം? അത്യാവശ്യമൊന്നുമില്ല, ഒരു കാര്യം പറയാനുണ്ട്. പക്ഷെ ഫോണിൽ പറയാൻ പറ്റില്ല. അനുമോൾ അടുത്ത് തന്നെയുണ്ട്, അവൾ കേൾക്കാൻ പാടില്ല. ഫ്രീ ആണെങ്കിൽ പോര്, ഒരു 10 മിനിറ്റ് യാത്രയല്ലേ ഉള്ളൂ. 4 കിലോമീറ്റർ അകലെയുള്ള ഞാൻ വരാണ്ടിരിക്കോ? എൻ്റെ ചേച്ചി വിളിച്ചാൽ ഞാൻ എൻ്റെ സ്കൂട്ടിൽ നാളെ രാവിലെ തന്നെ വരാം. ഓക്കെ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചേച്ചിയാണെങ്കിലും പ്രിയ അനുജത്തി ശ്യാമയുടെ ഉപദേശം ആശ്രയിക്കും. ശ്യാമ ഒരു ബോഡികളായിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലാ കാര്യത്തിലും വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നവർ, ആശയപരമായും പ്രവൃത്തിയിലും തൻ്റെതായ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർ, കൗതുകത്തോടെ നിരീക്ഷിക്കുകയും ഗഹനമായി ചിന്തിക്കുകയും വിവേകവീക്ഷണം നടത്തുകയും ചെയ്യുന്നവർ. അങ്ങനെയൊക്കെയാണ് അവൾ അടുത്ത കൂട്ടുകാരികൾ വിശേഷിപ്പിക്കാറുള്ളത്. വട്ടക്കണ്ണടയും സ്കൂളിൽ നിന്ന് സാരിലായതുകൊണ്ട് ടൈറ്റ് ചുരിദാറോടിഞ്ഞ് പ്രാതൽ കഴിച്ചതിന് ശേഷം അമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം, ഇതും കൂടി എടുത്തോ മോളെ. എന്താ ഇത്? നീ രാവിലെ തിന്ന പഴുത്ത വരിക്ക ചക്ക മുറിച്ചതിൻ്റെ ബാക്കിയാ. അനുമോൾക്ക് ജീവനാ. ഇങ്ങ് തന്നേര്. ചക്ക എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ തിന്നാന്നൊക്കെ പറയണോ? പിന്നെ നീ തിന്നില്ലേ? അമ്മയൊന്ന് പതുക്കെ. അപ്പുറത്തെ വീട്ടിലെ ടെറസിൽ നിന്ന് അവൾ ഇറങ്ങുന്ന നോക്കുന്ന ചെറുക്കിനെ അവൾ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശ്യാമ ചക്കമുറി വാങ്ങി സ്കൂട്ടിയുടെ സീറ്റ് പൊക്കി അതിനുള്ളിൽ വെച്ചു. തിന്നും ഒരു കുഴപ്പമില്ല, പറയുന്ന കുഴപ്പം. അതും പറഞ്ഞ അമ്മ അകത്ത് കയറിപ്പോയി. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അവൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അനുമോളും അമ്മൂമ്മയും കൂടി അടുക്കള ഭാഗത്തു നിന്ന് ചക്ക നിന്ന സമയം പ്രിയ അനിയത്തിയും കൂടി ഹാളിലേക്ക് വന്ന് സംസാരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ സംസാരിച്ച ശേഷം ശ്യാമ ചോദിച്ചു, ചേച്ചി ഫോണിലൂടെ പറഞ്ഞ കാര്യം എന്താ? ഓ അതോ? എന്നിട്ട് പ്രിയ ചിരിച്ചു. ചേച്ചിയുടെ ചിരി കണ്ടപ്പോൾ ശ്യാമക്ക് തോന്നി എന്തോ സില്ലി കാര്യമാണെന്ന്. അതെ ശ്യാമേ, ഈ മേടമാസത്തിലെ ചൂടിപ്പോലും നമ്മുടെ അനുമോള് കുളിക്കാൻ ചുടുവെള്ളം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ഇവിടെയാണെങ്കിൽ അമ്മ ഇഷ്ടംപോലെ വെള്ളം ചൂടാക്കി വെക്കുന്നത് അവൾക്ക് നല്ല കുശാലായിട്ട് ഉപയോഗിക്കാനായി പറ്റുന്നുണ്ട്. കുളിച്ചു വന്നിട്ട് ദേഹത്തൊന്ന് ആവി പോവുക കണ്ടിട്ട് എനിക്ക് പേടിയാവുക. അവൾക്ക് 5-6 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനി അവൾക്ക് പച്ചവെള്ളത്തിൽ കുളിച്ചാൽ പോരെ? ശ്യാമ ചോദിച്ചു. അതല്ലേ ഞാനും പറഞ്ഞു വരുന്നു. ഇനിയും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ശരിയാവുമോ? മാറ്റേണ്ട സമയമായി. പക്ഷെ അവൾ വിടണ്ടേ? അപ്പൊ ഇതാണ് പ്രശ്നമല്ലേ? ഇത് തന്നെ. എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് പച്ചവെള്ളത്തിൽ കുളിപ്പിക്കണം. അവളെ നിന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്തണം. ചേച്ചി പേടിക്കണ്ട, അക്കാര്യം ഞാൻ ഏറ്റ്. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. ഹരിയുടെ കുറേ വഴികൾ നോക്കി, ഏറ്റില്ല. കുറേ പറഞ്ഞു നോക്കി, പക്ഷെ അവൾ ഒട്ടും കേൾക്കുന്നില്ല. മോന് ഋതുവാണെങ്കിൽ 4 വയസ്സ് തൊട്ടേ അവൻ പച്ചവെള്ളത്തിൽ കുളിക്കുന്ന അതിൻ്റെതായ ഫിസിക്കൽ എഫിഷ്യൻസിയൊക്കെ അവനുണ്ട്. കൊച്ചു കൊച്ചു രോഗങ്ങളൊന്നും അവന് വരാറില്ല. ചേച്ചി, ഇന്ന് ഞാൻ അവളുടെ സ്വഭാവം മാറ്റിത്തരാം. ശ്യാമ ഉറപ്പെടുത്തു. മാറിയ കൊള്ളായിരുന്നു. ചക്ക തിന്ന ശേഷം അനുമോളെ കൈയും മുഖം കഴുകിച്ച് ശ്യാമ തൊടിയിലേക്ക് കൊണ്ടുപോയി. പൂക്കളോടും കിളികളോടും പൂമ്പാറ്റകളോടും വർത്തമാനം പറഞ്ഞ് അവർ കുറേ നേരം തൊടിയിൽ ചെലവഴിച്ചു. വൈകിട്ട് ശ്യാമ പോകാൻ നേരം അനുമോളോട് പറഞ്ഞു, ആൻറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അനുമോളെ? ഉണ്ടാൻറ്റി. ഇനി മോളെന്നും പച്ചവെള്ളത്തിലല്ലേ കുളിക്കും? അതെ. തലകുലുക്കി സമ്മതിച്ചു. പ്രിയക്ക് വിശ്വാസമായില്ല. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് വൈകിട്ട് പച്ചവെള്ളത്തിൽ മോള് കുളിക്കുന്നുണ്ടപ്പോൾ പ്രിയക്ക് അത്ഭുതമായിരുന്നു. എന്ത് തന്ത്രാണാവ് ശ്യാമ അനുമോൾ പ്രയോഗിച്ച്? പ്രിയ അത്ഭുതത്തോടെ അനിയത്തെ വിളിച്ചു പറഞ്ഞു, എടി അവള് പച്ചവെള്ളത്തിൽ കുളിച്ചു തുടങ്ങി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും നീ എന്ത് ചെപ്പടി വിദ്യ അടിയൊപ്പിച്ച്? അതേ ചേച്ചി, അവിടുത്തെ അമ്മൂമ്മയാണല്ലോ ഇന്ന് അവൾക്ക് ചൂടുള്ള വെള്ളം ഇഷ്ടം പോലെ വെച്ച് നിൽക്കുന്നത്. അതെ, ഞാൻ അനുമോളെ വിളിച്ചുകൊണ്ടിട്ട് അമ്മൂമ്മയുടെ അടുത്തിരുന്നു. ഇവിടെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആരൊക്കെയാണെന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് അവളോട് ചോദിച്ചു. ഞാനും അമ്മൂമ്മയെന്ന് ചാടി കയറി പറഞ്ഞവള്. അമ്മൂമ്മയുടെ തലവഴി കൈയിട്ട് അമ്മൂമ്മയെ ചേർത്ത് പിടിച്ച് നിന്നു. അപ്പം ഞാൻ അമ്മൂമ്മയുടെ ചുക്കി ചുളിഞ്ഞ തൊലിയ മുഖം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മൂമ്മ കുഞ്ഞുനാളിൽ ചുടുവെള്ളത്തിൽ മാത്രം കുളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തൊലി ചുളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അനുമോൾ അങ്ങനെ തന്നെ ചെറുപ്രായത്തിലെ ചുടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുമോൾ ഇനിയും ചുടുവെള്ളത്തിൽ കുളിച്ചാൽ മോളുടെ തൊലി ഇതുപോലെയാവുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. ഞാൻ നേരത്തെ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അമ്മൂമ്മയെന്ന് മോണായിട്ട് ചിരിച്ചുകൊണ്ടൊരു കുഞ്ഞ് കള്ളസാക്ഷ്യം പറഞ്ഞു. അതേ മോളെ, ഈ അമ്മൂമ്മ ചുടുവെള്ളത്തിൽ കുളിച്ചിട്ട് ആ തൊലിയൊക്കെ ഇങ്ങനെ ആയത്. അതുകൂടി കേട്ടവളെ ചുടുവെള്ളത്തിൽ കുളിക്കുന്ന അപകടമാണെന്ന് അവൾക്ക് തോന്നി. അമ്മൂമ്മയുടെ തൊലി കുളിഞ്ഞ് അങ്ങനെയാണെന്ന് ആ പാവം വിശ്വസിച്ച്. അതുകൊണ്ട് ആ പച്ചവെള്ളത്തിൽ കുളിക്കാൻ അവൾ തയ്യാറായത്. അത് കലക്കി പ്രിയ അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു.